ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ റെസിപ്പി നോക്കിയാലോ? ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ കൂടുതൽ പേർക്കും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിരിക്കുമല്ലേ കൂടുതലും താല്പര്യം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു നാടൻ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മേക്ക് എ ചിക്കൻ പുരട്ട്, അതും നാടൻ രീതിയിൽ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങാനീര്, ഉപ്പ് എന്നിവ ചേർത്ത് ചിക്കൻ നല്ലപോലെ പുരട്ടി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനും അതിൽ ചേർത്തു. ഇനി ചിക്കൻ ഒന്ന് പകുതി വേവാകട്ടെ. നമ്മൾ ചട്ടി ഒന്ന് ഒരു മൂടിപ്പാത്രം വെച്ച് മൂടി ഒരു പകുതി വേവാകുന്നത് വരെ അടച്ചു വെക്കുക. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ അങ്ങനെ വെന്തോളും. പിന്നെ ഞാനിവിടെ മസാലകൾ നേരിട്ട് പൊടിയായിട്ടല്ല ചേർക്കുന്നത്. ആദ്യം നമ്മൾ വറുത്തിട്ടത് പൊടിച്ചാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കനിൽ നല്ല സ്മെല്ലും ഉണ്ടാവും, അതുപോലെ തന്നെ ആ സ്പൈസസിൻ്റെ ഫ്ലേവറും നല്ലപോലെ പിടിക്കും. അപ്പോൾ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോഴേക്കും കുക്ക് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ വേറൊരു സഹായം എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കല്ലുക്കുട്ടിയാണേ. മസാല പൊടിക്കാനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക്, മല്ലി, അതുപോലെ തന്നെ കുറച്ച് വേപ്പില, ജീരകം, പെരിഞ്ചീരകം എന്നിവ ചേർത്ത് നല്ലപോലെ അത് വറുത്തെടുക്കുക. ഒന്ന് നല്ലപോലെ വറുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടത് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ച മസാല ഞാൻ പകുതി വേവിച്ച ചിക്കനിലേക്ക് ചേർത്തു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ആവശ്യമെങ്കിൽ മുളക് പൊടി ചേർക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് പോരായ്മയായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 സവാള അരിഞ്ഞത് അത് അതേപോലെ തന്നെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മിക്സാക്കി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു. കാരണം നമ്മൾ ഇതിൽ വെള്ളമൊന്നും വേറെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഞാൻ നല്ലപോലെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചു. മസാലയുടെ പച്ചമണം ഒന്ന് മാറണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത സവാള ഒന്ന് നല്ലപോലെ വാടുകയും ചെയ്യണം. കുറച്ച് നേരം കൂടെ നമുക്ക് നല്ലപോലെ ഒന്നിത് വഴറ്റിയെടുക്കാം. ഡ്രൈ ആയി ഒരു പെരട്ടിൻ്റെ പരുവമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഞാൻ കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ